ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ കഥാപാത്രങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിലൂടെ എന്ന ഈ പഠന പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ദൈവപുത്രൻ്റെ മാതാവായ മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ബൈബിളിലുടനീളം, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായും വളരെ വിശദമായും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് ദൈവപുത്രൻ്റെ മാതാവായ മറിയ. പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ്റെ അമ്മ. എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടുന്നവൾ, അതാണ് മറിയ. ലോകം മുഴുവൻ കാത്തിരുന്ന രക്ഷകൻ. ആ രക്ഷകൻ ഒരു നോക്ക് കാണുവാനായി കാതങ്ങൾ സഞ്ചരിച്ചു വന്ന വിദ്വാൻമാരെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. ആ രക്ഷകനെ ഒന്ന് തൊടുവാൻ, ആ രക്ഷകൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊടുവാൻ അനേക ദൂരം ആ രക്ഷകനെ പിന്തുടർന്ന അനേകരെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ തിരിച്ച് പിതാവിനടുക്കിലേക്ക് പോകുന്നതുവരെ രക്ഷകനോട് കൂടെ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരമ്മ, അതാണ് മറിയ. ഒരു സാധാരണ യഹൂദ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരി. ദൈവവചന പഠനവും പ്രാർത്ഥനയും അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന ദൂതൻ്റെ വന്ദനത്തിൽ പരിഭ്രമിക്കാതെ ദൂതൻ്റെ വചനം കേൾക്കാനും ഗ്രഹിപ്പാനും മറിയ ശക്തിയായത്. ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന തൻ്റെ സംശയം ദൂതൻ്റെ മുമ്പിൽ പതർച്ച കൂടാതെ ചോദിക്കാൻ അവളെ സഹായിച്ചത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ പ്രവചിച്ച രക്ഷകൻ്റെ ജനനത്തിന് താൻ ഉപയോഗിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ വിനീതയാക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവൾ തന്നെ താഴ്ത്തുന്നു. തനിക്ക് ലഭിച്ച ഈ വലിയ പദവിക്കും ഉത്തരവാദിത്തത്തിനും ഇടയിലും ആവശ്യത്തിലിരിക്കുന്ന എലിസബത്തിനെ സഹായിക്കാൻ തിടുക്കത്തിൽ പോകുന്ന ഒരു മറിയയെ നമുക്ക് കാണാം. വരുന്നത് കർത്താവിൻ്റെ അമ്മയാണെന്ന അറിവിൽ മറിയയെ എലിസബത്ത് വന്ദനം ചെയ്യുമ്പോൾ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അഹങ്കരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുകയും ചെയ്യുന്ന മറിയയെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ ദൈവം ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു എന്ന് അവൾ സാക്ഷിക്കുകയും ചെയ്യുന്നു. എലിസബത്തിൻ്റെ അടുത്തു നിന്ന് തിരിച്ചു വരുന്ന മറിയത്തിൻ്റെ പിന്നീടുള്ള ജീവിതവും ബെത്ലഹേമിലേക്കുള്ള യാത്രയും രക്ഷകൻ്റെ ജനനവും ഈജിപ്തിലേക്കുള്ള പലായനവും എല്ലാം കഷ്ടതകളുടെയും ഭയഭീതികളുടെയും അനിശ്ചിതത്വങ്ങളുടെയും ആകെ തുകയാണ്. 10 മാസങ്ങൾക്ക് മുമ്പ് ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറഞ്ഞ മറിയ കടന്നുപോയ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് ആരാണെങ്കിലും ചഞ്ചല ചിത്തരായിത്തീരും. അത്രമാത്രം കഠിനതയേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവൾ കടന്നുപോയത്. കടിഞ്ഞൂലായ ആണെല്ലാം ദൈവത്തിന് വിശുദ്ധം എന്ന ന്യായപ്രമാണം അനുസരിച്ച് ദേവാലയത്തിൽ യേശുവിനെ ദൈവത്തിന് സമർപ്പിക്കാനായി കൊണ്ടുപോയപ്പോൾ നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെയും ഒരു വാൾ കടക്കും എന്നാണ് ശിമയോൻ അവിടെ വെച്ച് പ്രവചിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും തനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് മറിയ ചോദിക്കുന്നില്ല. പകരം ദൈവം തന്ന ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ തൻ്റെ പുത്രനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ യഹൂദമത വിശ്വാസവും ന്യായപ്രമാണവും പഠിപ്പിക്കുന്നതിൽ മറിയ വളരെയധികം ശുഷ്കാന്തി കാണിച്ചിരുന്നു. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബമായിരുന്നു ആ തിരുകുടുംബം. 12 വയസ്സിൽ കാണാതെ പോയ തൻ്റെ മകനെ അന്വേഷിച്ച് യെരുശലേം ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ മറിയയുടെ മകനോടുള്ള റെസ്പോൺസ് ഇന്നത്തെ അമ്മമാർക്കൊരു വെല്ലുവിളിയാണ്. പിന്നീട് നമ്മൾ മറിയയെ കാണുന്നത് കാനാവിലെ കല്യാണത്തിനാണ്. മറ്റുള്ളവരോട് ഉള്ളലിഞ്ഞ് സ്വന്തം മകനെ തൻ്റെ സമയമായില്ലെങ്കിലും സഹായിക്കാനായി നിർബന്ധിക്കുന്ന മറിയ. ഒപ്പം സ്വന്തം മകൻ അവരെ സഹായിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ അവൻ എന്തു പറയുന്നുവോ അത് ചെയ്യുവിൻ എന്ന് ഭൃത്യന്മാരോട് കൽപ്പിക്കുന്ന മറിയ. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ തൻ്റെ നിയോഗ വഴികളിലൂടെ നടക്കുന്ന യേശുവിനെ കാണാനായി പുരുഷാരത്തിന് പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു മറിയയെ നാം കാണുന്നുണ്ട്. അവിടെ തൻ്റെ കൂടെ ഇരിക്കുന്നവരെ കാണിച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറയുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. പിന്നീട് അടിപ്പിണരുകൾ നിറഞ്ഞ ശരീരവും ഭാരമേറിയ മരക്കുരിശുമേറി ഗാഗുൽത്തയിലേക്ക് പോകുന്ന യേശുവിൻ്റെ വഴിയിൽ നമുക്ക് മറിയയെ കാണാം. യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെ
യേശുവിൻ്റെ കയ്യിലും കാലിലും അടിക്കുന്ന ഓരോ ആണികളും സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മറിയയെ നമുക്ക് കാണാം. താൻ ഓമനിച്ചു വളർത്തിയ മകൻ പൂർണ്ണ യൗവനത്തിൽ ഒരു തെറ്റും ചെയ്യാതെ കള്ളനെ പോലെ കുരിശിൽ കിടന്ന് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കേഴുന്നത് കാണുന്ന അമ്മ. ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് പിതാവിനോട് കരഞ്ഞു ചോദിക്കുന്നത് കേൾക്കുന്ന ഒരു അമ്മ. പിതാവ് തന്നിൽ ഭരമേൽപ്പിച്ച എല്ലാ പ്രവൃത്തിയും നിവർത്തിച്ച് ഒടുവിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ പിതാവിനടുത്തേക്ക് പോകുന്ന മകൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന അമ്മ. തലമുറകൾ ഭാഗ്യവതി എന്ന് വിളിക്കുന്ന മറിയയുടെ ജീവിതം ഭാഗ്യം നിറഞ്ഞതായിരുന്നു. അവൾ ഭാഗ്യവതിയായിരുന്നു. ഈ ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അല്ല. ദുഃഖവും കഷ്ടവും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു മറിയയുടേത്. ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിൽ ജന്മം നൽകാൻ നിയോഗിച്ച നിമിഷം മുതൽ മറിയ ഈ ലോകത്തിൻ്റെ കണ്ണിൽ സമാധാനം എന്തെന്ന് അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഭാഗ്യവതി എന്ന വാക്കിന് പുതിയ അർത്ഥതലങ്ങൾ മറിയ നൽകുന്നു. ദൈവം തനിക്ക് തന്ന നിയോഗം പൂർത്തിയാക്കിയ മറിയ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് പൂർണ്ണമായി തൻ്റെ ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കിയവൾ. പ്രതിസന്ധികളിൽ, കഷ്ടങ്ങളിൽ, സങ്കടങ്ങളിൽ സ്വന്തം പ്രാണനിലൂടെ വാൾ കടന്നപ്പോൾ എല്ലാം ദൈവത്തിൽ ഉറച്ചു നിന്ന് ദൈവം തന്നിലൂടെ നിവർത്തിയാക്കാൻ തന്ന എല്ലാ നിയോഗങ്ങളും പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ പൂർത്തിയാക്കിയ മറിയ, ഇതാണ് ഭാഗ്യവതി. നമ്മുടെ നിയോഗ വഴികളിലും മറിയ നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. കഷ്ടതകളും സങ്കടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന ബോധ്യത്തോടെ അവനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച മറ്റൊരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.